കെവിന്റെ പേര് മാറ്റിയിട്ടുണ്ടോ? മനസ്സിലായില്ല. കെവിന്റെ പേര് ഇസബെല്ല എന്ന് മാറ്റിയോന്ന്. എന്താ? നന്ദു എന്നോട് കള്ളം പറയാനും തുടങ്ങിയല്ലേ? ഫോണിലുണ്ടല്ലോ, ഇസബെല്ല നന്ദുനെ വിളിച്ചിരിക്കുന്നേ. ഇസബെല്ല വിളിച്ചിട്ടാ നന്ദു എങ്ങോട്ടോ അത്യാവശ്യപ്പെട്ട് പോകുന്നേ. നീ എന്റെ ഫോൺ ചെക്ക് ചെയ്യായിരുന്നോ? ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. കഷ്ടം തന്നെ നിന്റെ കാര്യം. കള്ളം പറഞ്ഞതല്ല, അത് കണ്ടുപിടിച്ചതാണ് കുറ്റം അല്ലേ? ഒരാളുടെ സമ്മതമില്ലാതെ അയാൾ ഫോൺ പരിശോധിക്കുന്നത് തെറ്റ് തന്നെയാ. അത് ശരി, പുതിയ നിയമങ്ങളൊക്കെ വന്നു തുടങ്ങിയല്ലോ. നമുക്കിടയില് എന്റേതെന്നോ നിന്റേതെന്നോ ഒരു അതിരുകൾ ഇതുവരെ ഇല്ലായിരുന്നു. ഫോണോ ഡയറിയോ ഒളിച്ചോ മറിച്ചോ സൂക്ഷിച്ചിട്ടില്ലായിരുന്നു. അനുവാദവും അപേക്ഷയോ ഒന്നും കിട്ടിയിട്ടല്ല നമ്മൾ ഇതുവരെ മറ്റൊരാളുടെ ഫോൺ ഉപയോഗിച്ചിരുന്നത്. ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ലായിരുന്നു നമുക്കിടയില്. നേരത്തെ തന്നെ കെവിനെ വിളിച്ചെന്ന് നന്ദു പറയുമ്പോ തന്നെ ശബ്ദത്തിൽ ഒരു പതർച്ച ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കള്ളം പറഞ്ഞ് പഠിച്ചു തുടങ്ങുമ്പോഴുള്ള ഒരു പതർച്ച. സാരമില്ല, കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴേ കള്ളം സത്യമായിട്ട് തന്നെ അവതരിപ്പിച്ച് വിശ്വസിപ്പിക്കാൻ സാധിക്കും. ഇസബെല്ലയെ വിളിച്ചെന്ന് പറഞ്ഞാൽ നീ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ പറഞ്ഞു. ഇസബെല്ല വിളിച്ച ഞാൻ തെറ്റിദ്ധരിക്കുന്ന എന്തിനാ? കുറച്ചു ദിവസം മുൻപ് വരെ ഇങ്ങനെ ഒരു ചിന്ത ഇല്ലായിരുന്നല്ലോ. ഇസബെല്ല വിളിക്കുന്നത് മറച്ചു വെക്കില്ലായിരുന്നു. ഇപ്പൊ എന്തിനാ കള്ളം പറയുന്നേ? അപ്പോ കള്ളം പറയേണ്ടതായ കാരണം ഉണ്ടായി വന്നിരിക്കുന്നു അല്ലേ? നന്ദു, ഇന്നലെ രാത്രി നിങ്ങൾ എവിടെയായിരുന്നു? നന്ദുന്റെ മേലെ അവൾക്ക് എന്താ ഇത്ര അവകാശം? അതും ഇത്ര പെട്ടെന്ന്. നന്ദുന്റെ ഫോൺ ഞാൻ നോക്കിയത് മഹാ അപരാധമായിട്ട് നന്ദു പറയുന്നു. ഇന്നലെ ഞാൻ നന്ദുനെ വിളിച്ചപ്പോഴേ നന്ദുന്റെ ഫോൺ എടുത്ത് എനിക്ക് മറുപടി തന്നത് അവളാ. അത് കുഴപ്പമില്ല അല്ലേ? പുതിയ കൂട്ടുകെട്ടുകളുടെ തുടക്കം അല്ലേ? അതല്ല, പഴയത് പുതുക്കിയെടുക്കാൻ വേണ്ടി. അനാവശ്യം പറയരുത്. ഉത്തരം മുട്ടുമ്പോ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നതേ ചില ഭർത്താക്കന്മാരുടെ രീതിയാ. പക്ഷെ നന്ദു, ഒച്ച എടുത്തുന്ന് വെച്ച് ഞാൻ പേടിച്ചിരിക്കില്ല. എന്റെ ജീവിതം വെച്ച് കളിക്കാൻ ഒരു ഇസബെല്ലയും ഞാൻ അനുവദിക്കില്ല. നിങ്ങൾ തമ്മിൽ വലിയ സൗഹൃദമായിരിക്കും, പക്ഷെ ആ സൗഹൃദം എനിക്ക് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ പറ്റാത്തതാണെങ്കിൽ അത് അവസാനിപ്പിക്കണം. ഒരു ഭർത്താവ് ഭാര്യയോട് കാണിക്കേണ്ട വിശ്വാസം അത് കടമയാണ്. നിന്നോടുള്ള എന്റെ സ്നേഹവും വിശ്വാസമൊന്നും അങ്ങനെ തെളിയിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഇസബെല്ല നമ്മുടെ രണ്ടുപേരുടെ കോമൺ ഫ്രണ്ടാ. ആ ഫ്രണ്ട്ഷിപ്പിനെ തെറ്റായി കാണുക എന്ന് വെച്ചാ അതിന്റെ കുഴപ്പം നിന്റെ ഭാഗത്താ. തെറ്റ് എന്റെ ഭാഗത്തല്ലേ? കൂടുതൽ സംസാരിച്ചിരിക്കാൻ സമയമില്ല, എനിക്ക് പോണം. നന്ദു, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. പറഞ്ഞില്ലേ എനിക്കിപ്പോ സമയമില്ല. പ്ലീസ്, ഒരു 10 മിനിറ്റ് എനിക്ക് വേണം. ഇപ്പൊ എനിക്ക് പോയേ പറ്റൂ. ഞാൻ വന്നിട്ട് സംസാരിക്കാം. നന്ദു.